ഇങ്ങ് വന്നോ? പോകാൻ ധൃതിയൊന്നുമില്ലല്ലോ. മോളെ ഒന്ന് കാണാനായിട്ട് ഞാൻ മദുരാശിയിൽ നിന്ന് വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് ദിവസം എത്ര എന്നറിയാമോ? ജാഫറിന്റെ സഹായമില്ലായിരുന്നെങ്കിൽ നീ ഇപ്പോഴും വരില്ലായിരുന്നു അല്ലേ? എന്താ നിനക്കെന്നോട് പിണക്കമാണോ? ഇരിക്കൂ. ആ, കുടിക്കാൻ എന്തെങ്കിലും? വാ മോളെ, ചോദിക്കട്ടെ. പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അമ്മയും സഹോദരനൊക്കെ സുഖമായിരിക്കുന്നു? ക്ഷമിക്കണം കേട്ടോ, അന്ന് ജാഫറിന് ദേഷ്യം വന്നതുകൊണ്ടാ അവരെ ദേഹോപദ്രവം ഏൽപ്പിച്ചത്. നേര് പറഞ്ഞാൽ എനിക്ക് ആരെയും ഉപദ്രവിക്കണമെന്നില്ല. മോളെന്തിനെ ഈ പാവത്തിനെ ശല്യപ്പെടുത്താൻ നോക്കുന്നു? പോട്ടെ, കഴിഞ്ഞതെല്ലാം പോട്ടെ, ഞാൻ മറക്കാം. ഒരു കോംപ്രമൈസ് അല്ലേ നമുക്ക് നല്ലത്. മോക്കെന്താ വേണ്ടത്? പണം വേണോ? നല്ലൊരു ജോലി വേണോ? പറഞ്ഞോളൂ, ഒക്കെ തരാം. എന്താ ജാഫറെ? അതെ. ആ കടലാസുകളൊക്കെ എവിടെയുണ്ട്? പറയൂ. എന്റെ ഒന്നുമില്ല. അത് കള്ളം. ഇതാണ് എനിക്ക് പിടിക്കാത്തത്. പത്രക്കാരനെ വിളിച്ച് പറഞ്ഞതല്ലേ മോളെ, എന്തിനാ ചുമ്മാ അങ്കിളിനോട് കള്ളം പറഞ്ഞ് നേരം കളയുന്നത്? പറയൂ, എവിടെയുണ്ട്? പറയൂ. പറയടേ. പറയൂ മോളെ, പറയടി. പെണ്ണുങ്ങളെ തല്ലുന്നത് ഭയങ്കര നാണക്കേടാണ്. എന്നെ കൊണ്ടത് ചെയ്യിക്കരുത്. പറയടി, എവിടെയാ നീ അത് വെച്ചിരിക്കുന്നത്? പറയാ. അത് ശരി. ഈ കല്യാണം ഭ്രാന്തെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ മനുഷ്യനെ വടിയാക്കുക. ഈ മനുഷ്യനും തമ്മിൽ ചില മാനുഷിക മൂല്യങ്ങളൊക്കെ ഉണ്ട്. അത് ഉദ്ദേശിച്ച നിങ്ങൾ കരഞ്ഞു പറഞ്ഞപ്പോ ഞങ്ങളെ കുട്ടിയെ നിങ്ങൾക്ക് പിടിച്ചു തന്നത്, അല്ലാതെ നിങ്ങളുടെ നക്കാപ്പിച്ച് കണ്ടിട്ടൊന്നുമല്ല. അല്ല, നീ ആരാടാ മോനെ? മനസ്സിലായില്ലല്ലോ. അതൊക്കെ പോട്ടെ മിസ്റ്റർ, നിങ്ങൾ എന്തിനാ വഴിയിൽ വെച്ച് ഞങ്ങളെ പിടിച്ച് തള്ളിയത്? അങ്ങനെ തോന്നിയോ തള്ളുവോ? അങ്ങനെ ഞങ്ങൾ പിടിച്ചെന്ന പെണ്ണിനെ ഇപ്പൊ നിങ്ങൾ ഉപദ്രവിക്കണ്ട. ഞങ്ങളിപ്പോ പെണ്ണിനെ കൊണ്ടുപോവാ, പിന്നീട് നിങ്ങൾ പെണ്ണിനെ പിടിക്കുക, കല്യാണം കഴിക്കുക, പ്രാന്താശത്തിൽ കൊണ്ടുപോയി എന്താ വേണമെന്ന് വെച്ചാൽ ചെയ്തു നമ്മളെ. പറയുന്നൊക്കെ കാര്യമാണ്, പക്ഷെ പെണ്ണിനെ കൊണ്ടുപോകാൻ പറ്റില്ല. അതെന്താ? അതങ്ങനെയാടാ. മേത്തോട്ട് കളിക്കട്ടോ. കളിച്ചോ? നീ എന്ത് ചെയ്യോടാ? കളിച്ചാലേ ഒന്നും അറിയും. കത്തിയെടുക്കാൻ ലൂസാക്കി തരണ്ടേ? എങ്ങനെയെങ്കിലും എടുക്ക്. പ്രൊഫസറെ ഒന്ന് കത്തിയെടുക്കുന്നു. നോക്കിക്കാണ്ട് ഞാനോ ഓട്ടങ്ങളി. അയ്യോ, catch him. അയ്യോ, Come on. അച്ഛനെ കഥ നടക്ക്. Hey, I will show you guys. ഈ കഥ കൊടുക്ക്. കടക്ക്. ഞാൻ ഇനി താക്കോല് ഇവന് കിട്ടിയത് തന്നെ. ഞാൻ അടുപ്പിച്ചു തരാം. ഇറങ്ങിക്കോളൂ.
കല്ലുമുള്ളൊക്കെ ഉണ്ടാവും, ആൾപ്പാർപ്പില്ലാത്ത സ്ഥലല്ലേ. പക്ഷേ ദൈവത്തിന് പോലും അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റാത്ത ഒരു സ്ഥലാ. കുത്തുമുറും കേസ് ഉണ്ടായിട്ട് ഞാൻ ഇവിടെ അല്ലേ ഒളിച്ചിരുന്നത്. കോരുട്ടി മുതലാളി എന്ന് പറഞ്ഞ ഒരാൾ കേട്ടില്ലേ? ഇല്ല. മൂപ്പരുടെ സ്ഥലാ. എന്റെ വലിയ ദോസ്താ. വരി. അയ്യോ, വരൂ. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി എന്തെങ്കിലും ഒരു വിളക്കും ഈ മുറുക്കി വെക്കാവുന്ന അത്യാവശ്യ മരുന്നുകളും എന്തെങ്കിലും കുറച്ച് ഭക്ഷണ സാധനങ്ങളും സംഘടിപ്പിച്ച് ഉടനെ വരാം. ആ. ആ കത്തി കയ്യിൽ നിന്ന് പോയതാണ് ഇതിനൊക്കെ കാരണം. ഒരിടത്തിരുന്നോളൂ. നമ്മുടെ സ്ഥലത്തോട്ട് പോകാൻ പറ്റില്ല, അവരവിടെ എത്തും. ശരിയാ, എന്തും ചെയ്യാൻ മടിക്കാത്ത കൂട്ടരാ. എന്തിനാണ് അവർ കുട്ടിയെ കൊല്ലാൻ നോക്കുന്നത്? അവർക്ക് എന്താണ് വേണ്ടത്? പറയൂ, എന്താണ് സംഭവം? Hi Ashwini, what are you doing here? Shyama is serious. She's admitted here. What? It's an attempted suicide. My God! ഞാൻ തീർത്തും ഞെട്ടിപ്പോയി. മദ്രാശിയിലെത്തിയത് മുതൽ എന്റെ ഗൈഡും ഫിലോസഫറും എല്ലാമായിരുന്നു എന്റെ കൂട്ടുകാരി ശ്യാമ. അവളെപ്പോലെ ധൈര്യവും വിവേകമുള്ള ഒരു കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചെന്ന് എനിക്ക് വിശ്വസിക്കാനായില്ല. ഇത് നേരാണോ മാഡം? ശബ്ദം ഉണ്ടാക്കണ്ട, ഇങ്ങോട്ട് വരൂ. ശ്യാമ ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഇത് കട്ടിലേക്ക് കീഴ്ന്ന് കിടച്ചത്. She'll be all right. You can go in. Good morning, Miss Sujata. I am Uncle here. How are you? Fine, sir. By the by, ഫ്രണ്ടിന് എങ്ങനെയുണ്ട്? She's better. ഓ, നിങ്ങൾ റൂംമേറ്റ്സ് ആണല്ലേ? ഈ ഹോസ്പിറ്റലിലെ എന്ത് ഫെസിലിറ്റീസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒരു ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. Thank you very much. ഓക്കെ ഓക്കെ, ഇറ്റ്സ് ഓൾ റൈറ്റ്. Your friend is doing fine. Don't worry. നിനക്ക് എന്താ പറ്റിയത്? എന്ത് പ്രശ്നം ഉണ്ടായാലും ജീവിച്ചുകൊണ്ട് വേണം പരിഹാരം കാണാനെന്ന് തത്വം പറയാറുള്ള നീ എന്നോട് പോലും പറയാത്ത രഹസ്യങ്ങൾ നിനക്കുണ്ടെന്ന് ഞാൻ കരുതിയില്ല. എന്തിനാ ശ്യാമ നീ ഈ കടുങ്കൈ ചെയ്തത്? നീ ആ വാതിൽ കുറ്റിയിട്. എന്നെപ്പറ്റി മുൻപുണ്ടായിരുന്ന നിന്റെ ധാരണയൊന്നും തിരുത്താറായിട്ടില്ല. ആത്മഹത്യ ചെയ്യാൻ ഞാനൊരു മണ്ടിയല്ല. ശ്യാമ സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചു എന്നത് നേരാണ്. പക്ഷേ അതൊരു ആത്മഹത്യാ ശ്രമമായിരുന്നില്ല. ഒരു ജേർണലിസ്റ്റിന്റെ സത്യാന്വേഷണത്തിന്റെ ആവേശമായിരുന്നു. ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെടാനുള്ള തന്ത്രമായിരുന്നു. നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള സ്കാൻഡൽസ് ആണെന്ന് ഞാൻ തറപ്പിച്ചു പറഞ്ഞു. പിന്നെയും അവളെന്നെ അത്ഭുതപ്പെടുത്തുകയായിരുന്നു. ഡോക്ടർ രവിയുമായുള്ള അടുപ്പമാണ്
വെറും സ്കാൻഡൽസായി തള്ളിക്കളയാവുന്ന കാര്യങ്ങളുടെ യാഥാർത്ഥ്യം കണ്ടെത്താൻ അവളെ പ്രേരിപ്പിച്ചത്. ഞങ്ങൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ എല്ലാ അങ്കിളായ ഈ ഹോസ്പിറ്റലിന്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ പീറ്റർലാലിനെ കുറിച്ചായിരുന്നു ശ്യാമയുടെ പരാമർശം. പീറ്റർലാൽ ബോംബെ അധോലോകത്തായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ലക്ഷപ്രഭുവായി. ഈ ഹോസ്പിറ്റലടക്കം ഒരുപാട് സ്ഥാപനങ്ങളുടെ ഉടമയായി. ഡോക്ടർ സ്വാമിനാഥനെ പോലുള്ളവരുടെ സഹായത്തോടെ ഇവിടെ ചികിത്സയ്ക്കെത്തുന്നവരെ അന്യായമായി ഓപ്പറേഷന് വിധേയമാക്കി അവരുടെ ആന്തരാവയങ്ങൾ ലക്ഷ്യങ്ങൾ കൊടുക്കുന്ന ആവശ്യക്കാർക്ക് വിൽപ്പന നടത്തുകയാണെന്ന്. ഒരിക്കലും ഞാനിതൊന്നും വിശ്വസിക്കില്ലെന്ന് അവളോട് തീർത്തു പറഞ്ഞു. അപ്പോ എനിക്ക് ഭ്രാന്താണോ? സുജാതെ, സത്യം എന്തെന്ന് ഒരു ദിവസം ഞാൻ നിന്നെ ശരിക്കും ബോധ്യപ്പെടുത്താം. വേണ്ട. പീറ്റർലാൽ എന്ന മനുഷ്യനെ പറ്റി നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നല്ലോ. ഹീസ് എ ജെം ഓഫ് എ പേഴ്സൺ. നോ, ഹീസ് എ ഡേഞ്ചറസ് മാൻ. ഒരു ദിവസം എൻ്റെ പരിചയത്തിലുള്ളൊരു സ്ത്രീ അവരുടെ കൊച്ചുമകൾ ദീപയെയും കൊണ്ട് ആശുപത്രിയിൽ വന്നു. വളരെ സ്മാർട്ടായ അവൾ പെട്ടെന്ന് എല്ലാവരുമായി അടുത്തു. ഡോക്ടർ രവിയുടെ സഹായത്തോടെ ശ്യാമ ചില പ്രധാന രേഖകൾ കണ്ടെത്തി. ഇപ്പോഴൊന്നും നീ വിശ്വസിക്കണ്ട. ഏതാനും ദിവസങ്ങൾക്കകം ബോംബ് പൊട്ടുമ്പോൾ നീ മനസ്സിലാക്കും. പത്രക്കാരി ഈ മുറിയുടെ വാതിലിൽ ക്യൂ നിൽക്കുമെന്ന് നീ അറിയും. ഈ ശ്യാമ പറഞ്ഞതൊക്കെ സത്യമായിരുന്നെന്ന്. ന്യൂസ് പുറത്തായാൽ തിരിച്ചടി ഉണ്ടാവും. കലങ്ങി തെളിയും വരെ ഞാൻ രവി ഒളിവിൽ പോകേണ്ടി വന്നേക്കാം. യുനോ സുജാത, ഐ എം ഗെറ്റിംഗ് വണ്ടർഫുൾ ഇൻസൈഡ് ഇൻഫർമേഷൻ. ഓഫ് കോഴ്സ് ക്രെഡിറ്റ് ഗോസ് ടു രവി. ഹലോ, ആ എപ്പോ വരണം? കൃത്യം 7 മണിക്ക് എത്തിയാൽ മതി. മോർച്ചറിയുടെ മുമ്പിൽ വന്നാൽ മതിയോ? ഓക്കെ ഓക്കെ, ക്യാമറ എടുക്കാം. ഓക്കെ, ഞാൻ വന്നേക്കാം. ശരി. എക്സ്ക്യൂസ് മീ ഡോക്ടർ രവി. രവി, രവി, ശ്യാമയുടെ മരണം എനിക്ക് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു. അവളോടൊപ്പം ഒരേ മുറിയിൽ കഴിഞ്ഞുകൂടിയ നാളുകളിലെ ജീവനുള്ള നിമിഷങ്ങൾ ഓരോന്നായി ഓർമ്മയിലെത്തിയപ്പോൾ എനിക്കെന്നെ നിയന്ത്രിക്കാനായില്ല. വിടരും മുൻപ് കൊഴിഞ്ഞു പോയൊരു പനിനീർ പൂവ്, അത്രയേ അവളെപ്പറ്റി പറയാനാവൂ. ശ്യാമയുടെ ബന്ധുക്കളെന്നും പറഞ്ഞ ചിലർ പിറ്റേന്ന് ഹോസ്റ്റലിൽ വന്നു. അവളുടെ മുറിയിലെ സാധനങ്ങൾ കൊണ്ടുപോകാൻ വന്നതാണെന്നാണ് അവർ പറഞ്ഞത്. ശ്യാമ ഇങ്ങനെ ചില ബന്ധുക്കളെപ്പറ്റി പറഞ്ഞത് ഓർമ്മയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവരെ മുറിയിൽ കയറാൻ അനുവദിച്ചില്ല. എങ്കിലും അവർ ബലമായി മുറിയിൽ കയറി എല്ലാം വാരി വലിച്ചിട്ടു. എന്തോ തിരയുകയായിരുന്നു. ഞങ്ങൾ ശബ്ദമുയർത്തിയപ്പോൾ അവർ ആ ശ്രമം ഉപേക്ഷിച്ചു പോയി. പിറ്റേന്ന് ആശുപത്രിയിലെത്തിയപ്പോൾ ഡോക്ടർ സ്വാമിനാഥനുമായി അവർ രഹസ്യമായി സംസാരിക്കുന്നത് ഞാൻ കണ്ടു. ശ്യാമ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന വിശ്വാസം എന്നിൽ ബലപ്പെട്ടു വരികയായിരുന്നു.
മോളെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞു. ഓഹോ, മോളിപ്പം മിടുക്കിയായിട്ടുണ്ടല്ലോ. എന്താ ഇത്? ചോക്ലേറ്റ് ചേച്ചി. താങ്ക് യു. ബില്ല് ഞാൻ അങ്ങോട്ട് എത്തിക്കാം. പാക്ക് ചെയ്തോളൂ. ശരി. ഈ പ്രായത്തിലുള്ള ഒരു ഡോണറെ ഇത്രയും പെട്ടെന്ന് കിട്ടാൻ പ്രയാസമാണ്. എനിവേ, ഐ വിൽ ട്രൈ ഇഫ് യു ക്യാൻ ഗിവ് മി മോർ ഓഫ് ടൈം. ഓക്കെ, ഐ വിൽ കോൾ യു ബാക്ക്. ചോക്ലേറ്റ് അങ്കിൾ. എത്ര വയസ്സെന്നാണ് പറഞ്ഞത്? ഐ തിങ്ക് there is a possibility. എന്ത് പറ്റി? ഡോക്ടർ വന്ന് നോക്കിയപ്പോ കാര്യമായി എന്തോ കുഴപ്പമുണ്ടെന്ന്. ഡിസ്ചാർജ് ചെയ്യാറായിട്ടില്ല അത്ര. പെട്ടെന്നൊരു ഓപ്പറേഷൻ വേണമെന്ന്. എല്ലാവർക്കും ചോക്ലേറ്റ് കൊടുത്തവൾ പോകുന്നത് മരണത്തിലേക്കാണെന്ന് അവൾ അറിഞ്ഞില്ല. നിസ്സഹായയായി നോക്കി നിൽക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. What are you doing here? ഞാൻ You have no business here. Go to the reception. ജീവിതം തന്നെ വെറുത്തതുപോലെയായി എനിക്ക്. ആശുപത്രിയിലേക്ക് പോകാൻ തന്നെ ധൈര്യമില്ലാത്തതുപോലെ. ഒരു ദിവസം പോസ്റ്റ്മാൻ ഒരു കവർ കൊണ്ടുവന്ന് തന്നു. കൊല്ലപ്പെടുന്നതിന് മുൻപ് ശ്യാമ എൻ്റെ പേർക്ക് പോസ്റ്റ് ചെയ്തതായിരുന്നു ആ കവർ. അവൾ ചിലപ്പോൾ എന്തോ അത്യാഹിതം മുമ്പിൽ കണ്ടതാവണം. 2 ദിവസത്തേക്ക് ഏറ്റവും സേഫായിട്ടുള്ള സ്ഥലമാണ് തപാൽ വകുപ്പ് എന്നതുകൊണ്ടാണ് ഇത് നിന്റെ പേർക്ക് പോസ്റ്റ് ചെയ്യുന്നതെന്ന് അവൾ കത്തിലെഴുതിയിരുന്നു. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാനത് പുറം ലോകത്തിന് കാട്ടിക്കൊടുക്കണമെന്നും അതിലെഴുതിയിരുന്നു. ഞാൻ ആ ഫയൽ തുറന്നപ്പോൾ ഞെട്ടിപ്പോയി. പീറ്റർലാൽ 12-ാം വയസ്സിൽ ബോംബെക്ക് കള്ളവണ്ടി കയറി. അതോ ലോകത്തിൽ കുപ്രസിദ്ധി നേടിയ പീറ്റർലാൽ മദിരാശിയിലെത്തുന്നത് ലക്ഷപ്രഭുവായിട്ടാണ്. 1987 ഈ ഹോസ്പിറ്റൽ തുടങ്ങി. പീറ്റർലാലിന്റെ ക്രൂരകൃത്യങ്ങൾക്ക് ഒരു മറ മാത്രമാണ് ഈ ഹോസ്പിറ്റൽ. ഡോക്ടർ സ്വാമിനാഥൻ ബോംബെയിൽ സർക്കാർ സർവീസിലായിരുന്നു. മദ്യപിച്ച് സർജറി നടത്തിയത് മൂലം രോഗി മരണമടഞ്ഞു. സർവീസിൽ നിന്ന് പുറത്തായ സമയത്ത് പീറ്റർലാലുമായി പരിചയപ്പെട്ടു. ആ അടുപ്പം സ്വാമിനാഥനെ ഈ ഹോസ്പിറ്റലിലെ ചീഫ് സർജനാക്കി. ആന്തരാവയവങ്ങൾക്ക് വേണ്ടി ഒരുപാട് പാവപ്പെട്ട രോഗികളെ ക്രൂരമായി കൊല ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വാമിനാഥൻ പീറ്റർലാലിന്റെ വലങ്കൈയാണ്. ഫയലിലെ ഫോട്ടോകളും വിവരങ്ങളും ഒക്കെ തികച്ചും സത്യമാണോ എന്നറിയാനുള്ള ഭ്രാന്തമായ ഒരു ആവേശം എന്നിൽ കത്തിപ്പടർന്നു. ശ്യാമ പറഞ്ഞ സത്യങ്ങൾ ഞാൻ കണ്ടെത്തുകയായിരുന്നു. ഒരു ഓർമ്മ മാത്രമായി അവശേഷിച്ച ശ്യാമയ്ക്ക് വേണ്ടി ഞാനൊരു ഉറച്ച തീരുമാനമെടുത്തു. എന്തൊക്കെ സഹിച്ചാലും നിരപരാധികളായ പാവങ്ങൾ ഇനി ഒരിക്കലും മരിക്കരുത്. രേഖകൾ എന്റെ കയ്യിലുണ്ടെന്നറിഞ്ഞ അവർ എന്റെ ജീവൻ അപകടത്തിലാക്കും എന്നെനിക്ക് മനസ്സിലായി. എല്ലാ വാതിലുകളും അടഞ്ഞ ഞാൻ പീറ്റർലാലിന്റെ ആളുകളിൽ നിന്ന് രക്ഷപ്പെട്ടോടുകയായിരുന്നു, ഒരു വലിയ ലക്ഷ്യത്തോടെ. ആ പേപ്പേഴ്സ് എൻ്റെ ഉള്ളിടത്തോളം കാലം അവരപകടത്തിലാണെന്ന് അവർക്കറിയാം. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. അത് പോലീസിൽ ഏൽപ്പിച്ച ചിലപ്പോ അവരുടെ സ്വാധീനം ഉപയോഗിച്ച് എല്ലാം ഒതുക്കി കളഞ്ഞേക്കാം. ശ്യാമയെ കൊന്നവരങ്ങനെ വെറുതെ വിടാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. പത്രത്തിലൂടെ ഒരു സെൻസേഷൻ ഉണ്ടാക്കിയാൽ അവർക്ക് രക്ഷപ്പെടാനുള്ള പഴുതടയ്ക്കാമെന്ന് ഞാൻ കരുതി. പക്ഷെ വിജയിച്ചില്ല. ആദ്യം സമീപിച്ച പത്രക്കാരിൽ നിന്ന് തന്നെ ഈ വിവരം എങ്ങനെയോ ചോർന്നു. പിന്നീട് എല്ലാ പത്രങ്ങളെയും അവർ സ്വാധീനിച്ചു എന്ന് തോന്നുന്നു.
പലരെയും ഞാൻ സമീപിച്ചു. പക്ഷേ ആരും ഈ സംഭവം പ്രസിദ്ധീകരിക്കാൻ തയ്യാറായില്ല. ആ പേപ്പേഴ്സ് ഒക്കെ ഇപ്പൊ എവിടെയുണ്ട്? അതൊക്കെ ഭദ്രമായി ഒരിടത്ത് വെച്ചിരിക്കുകയാണ്. എന്നെ പെട്ടെന്ന് അവർ കൊല്ലാത്തത് ആ പേപ്പേഴ്സ് എവിടെയുണ്ടെന്ന് അറിയാത്തോണ്ടാവാം. കാര്യാട്ട് അബ്ദുറഹിമാൻ എന്ന് പറഞ്ഞ ഒരു കേടി ഉണ്ടായിരുന്നു. മൂപ്പര് പലപ്പോഴും പറയാറുണ്ട്, എടാ അച്ചു, പോക്കറ്റ് നിറച്ച് പൈസയും നല്ലൊരു വക്കീലുണ്ടെങ്കിൽ നമുക്ക് ആരെ വേണമെങ്കിലും കൊല്ലാന്ന്. ആ പറഞ്ഞത് നേരാണെന്ന് എനിക്ക് ഇപ്പം മനസ്സിലായി. ഇവന്മാര് ഭയങ്കരന്മാര് തന്നെ.